ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ കൊഞ്ച് കറിയാണ് കേട്ടോ. സാധാരണ നമ്മൾ കൊഞ്ച് കിട്ടുമ്പോൾ ഒന്നെങ്കിൽ ഫ്രൈ ചെയ്യും, അല്ലെങ്കിൽ കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കും, അല്ലെങ്കിൽ കൊഞ്ച് മാങ്ങക്കറി. അപ്പോൾ ഇതൊന്നും അല്ലാതെ ഇന്നൊരു വെറൈറ്റി ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഒരു സവാള എടുക്കാം, അല്ലെങ്കിൽ ഒരു 8-10 നമ്മുടെ കുഞ്ഞുള്ളി ഉണ്ടല്ലോ അതെടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഏറെ വെളുത്തുള്ളിയും കുറച്ച് നമ്മുടെ ഇഞ്ചിയും കൂടെ എടുത്ത് അങ്ങോട്ട് പേസ്റ്റ് ആക്കി മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് അടുപ്പിൽ ചട്ടി അങ്ങോട്ട് ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് കടുകൂടാന്ന് പൊട്ടുന്ന സമയത്ത് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ ചെറിയുള്ളി എല്ലാം കൂടെ അരച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കണേ. അപ്പോൾ അതിന്റെ പച്ചമണം ഒന്ന് ചെറുതായിട്ട് മാറുന്ന സമയത്ത് നമുക്ക് ഒരു കുഞ്ഞ് സവാളയും കൂടെ അരിഞ്ഞ് അതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വരണ്ട് വരുന്ന സമയത്ത് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കുറച്ച് ഗരം മസാല പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ സെറ്റ്. അങ്ങനെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് ഇതിന്റെ പച്ചമണമൊക്കെ മാറ്റി നല്ല അടിപൊളിയായിട്ട് ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഒരു തക്കാളി അല്ലെങ്കിൽ ഒരു 1.5 തക്കാളിയൊക്കെ ഇതുപോലെ അങ്ങ് അരച്ച് പേസ്റ്റ് ആക്കി അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ തക്കാളിയുടെ പേസ്റ്റും കൂടി ഇട്ട് നല്ലപോലെ വരറ്റി അങ്ങോട്ട് മുരാന്ന് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കരിയാപ്പിലയും കുറച്ച് പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ കൊഞ്ചും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് അങ്ങോട്ട് വേവിക്കണം. അങ്ങനെ അടച്ചു വെച്ച് വേവിച്ച് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല ആവി പറക്കുന്ന നല്ല തിക്ക് ഗ്രേവിയിലുള്ള നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള കൊഞ്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണേ. അങ്ങനെ ഇതിവിടെ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. സാധാരണ നമ്മളിവിടെ കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ല ഗ്രേവി ആയിരുന്നു അതിൻ്റെ കേട്ടോ. അപ്പോൾ പവിക്കുട്ടിന് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവനത് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അവൻ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ.